കോൺഗ്രസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോയാൽ കുരുക്കിലാകും എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. നിരവധി അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു NM വിജയന്റേത്. കോൺഗ്രസിലെ ഒരാൾ പോലും അദ്ദേഹം മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നത് നമ്മൾ കണ്ട കാര്യമാണ്. അതെ, ആ പാർട്ടി എന്താണ് എന്ന് കാണിച്ചു തരുന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കോൺഗ്രസ് നടപടി എടുത്തില്ല എങ്കിൽ CPM എടുക്കും എന്നത് വരെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NM വിജയന്റെ ആത്മഹത്യയിൽ നിലപാട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ. NM വിജയൻ അയച്ച കത്തിനെ പറ്റി തനിക്ക് അറിയില്ല എന്നും വിജയന്റെ മകന്റെ കത്ത് പാർട്ടിക്ക് കിട്ടിയെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ മൊഴി നൽകിയിരിക്കുകയാണ്. പാർട്ടി അന്വേഷണ സമിതി നിയോഗിച്ചിരുന്നുവെന്നും തിരുവഞ്ചൂർ, സണ്ണി ജോസഫ് എന്നിവരാണ് സമിതിയിൽ ഉള്ളത് എന്ന് അന്വേഷണ റിപ്പോർട്ട് പാർട്ടിക്ക് അവർ സമർപ്പിച്ചിരുന്നുവെന്നും സുധാകരൻ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിരുന്നു, അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നുമാണ് K സുധാകരൻ ഇപ്പോൾ പറയുന്നത്. ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ KPCC പ്രസിഡന്റിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബത്തേരി അർബൻ ബാങ്ക് ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ നിയമന കോഴയിൽ കുരുങ്ങി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ വിജയൻ സുധാകരന് കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ വിശദാംശങ്ങളും അതിന്മേൽ എടുത്ത നടപടികളും അറിയുന്നതിന് K സുധാകരനെ വൈകാതെ ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നേതാക്കളുടെ ചതിയിൽപ്പെട്ട് കോടികളുടെ ബാധ്യത വന്നതും പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റു പോംവഴി ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നും കാണിച്ചായിരുന്നു K സുധാകരനെ 2022 മുതൽ വിജയൻ കത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അവഗണിച്ചതാണ് ആത്മഹത്യയുടെ പ്രധാന കാരണം. സുധാകരൻ നൽകിയ കത്തിലെ അതേ കാര്യങ്ങളാണ് വിജയന്റെ ആത്മഹത്യാ കുറിപ്പുകളിലും പറയുന്നത്. കേസിലെ 1ഉം 2ഉം പ്രതികളായ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, 3ആം പ്രതി മുൻ കോൺഗ്രസ് നേതാവ് K ഗോപിനാഥൻ എന്നിവരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവരും ഇപ്പോൾ ജാമ്യത്തിലാണുള്ളത്.